ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോയ വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ ചേച്ചിക്ക് നമ്മൾ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഞാനും അർച്ചനേച്ചിയും ദൈവം കൂടി ആട്ടോ പോയിട്ടുണ്ടായിരുന്നേ. ഇപ്രാവശ്യം പിന്നെ ബെൻസയും പാറും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആവുമ്പോൾ നല്ല രസമായിരിക്കും. ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിരിക്കട്ടെ. എന്തായാലും വെക്കേഷനും കൂടിയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉച്ചയൊക്കെ ആയപ്പോഴാട്ടോ ഇറങ്ങിയത്. നമുക്കതുകൊണ്ട് അധിക നേരം ഒന്നും അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. രാവിലെ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ചെന്ന് ദേവുവിനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അവൾ ദേ വണ്ടിയൊക്കെ കൊണ്ടുപോയി സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വന്നിട്ട് അവിടെ വെക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സർവീസ് റോഡായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 55 മിനിറ്റോളം യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങ് എത്തുമ്പോഴത്തേക്കിനും 1 മണിക്കൂറിന് മേലെ ആവും. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഇടയ്ക്ക് കേക്ക് മേടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടയൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ ടൗണിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. വേറെ ഒന്നുമല്ല, ഫോണിൽ വ്ളോഗ് എടുത്തുകൊണ്ട് വന്ന കേട്ടോ. കടയുടെ വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ ദേവുവിൻ്റെ അർച്ചനേച്ചിനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന ശ്രദ്ധയിൽ ഇവർ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും അവരുടെ കൂടെ ഞാനും ഇറങ്ങിയതാണ്. പക്ഷേ ഒരു ബൈക്ക് വരുന്ന കണ്ടിട്ട് അവർ സ്ലോ ചെയ്തത് ഞാൻ കണ്ടില്ല. കാരണം എൻ്റെ കണ്ണ് ഫോണിൻ്റെ അകത്തായിരുന്നു. അങ്ങനെ ആ ബൈക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് ഞാൻ ഒന്ന് മുട്ട് കുത്തി മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കാര്യമായിട്ട് പറ്റിയില്ല. മുട്ടും കാലിലും ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരത്തേക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആരും കണ്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട് നേരെ കടയിലോട്ടേക്ക് നടന്നു വരുന്ന കേട്ടോ. എൻ്റെ ഭാഗത്തെ തെറ്റാണ്. എന്നാലും ഞാൻ വീഴുന്ന കണ്ടിട്ട് പോലും പുള്ളിക്കാരനൊന്നും നിർത്തിയത് പോലും ഇല്ല കേട്ടോ. പുള്ളി എപ്പോഴും വണ്ടി എടുത്തങ്ങ് പോയി. ഇവിടെ ഒരുത്തേടെ കാലിടിച്ച് പഞ്ചറായിട്ടിരിക്കുന്നു. ഇതിലും വലുതെന്തോ വരാനിരുന്നത്, ഇങ്ങനെ അങ്ങ് പോയി എന്ന് വിചാരിച്ച് ആശ്വസിക്കാം കേട്ടോ. വിഷുവിൻ്റെ തലേന്നായിരുന്നത് പറ്റിയിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ മിക്ക വിഷുവിനും ഇങ്ങനെ തന്നെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അപകടം പറ്റിക്കൊണ്ടിരിക്കും. ചില നാളുകാർക്ക് വിഷു പിറക്കുന്നത് അത്ര നല്ലതല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എന്തായാലും കയറി കൃത്യം കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ നമ്മൾ കേക്കൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ സൂര്യ ചേച്ചി എന്നൊക്കെ അതിനകത്ത് എഴുതി മേടിച്ചു. ബെൻസയും പാറുവിനെ നമ്മൾ കാറിൽ ഇരുത്തിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യം ഒന്ന് മറിഞ്ഞു വീണപ്പം കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കാലനക്കാൻ പോലും വയ്യായിരുന്നു കേട്ടോ. നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചത് എങ്ങനെ തിരിച്ച് വണ്ടി എങ്ങനെ ഓടിക്കുന്നൊക്കെ കേട്ടോ. കാരണം കൂട്ടത്തിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എനിക്ക് മാത്രമാണ്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേനും കാല് ഒന്ന് അനക്കിയൊക്കെ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. പെയിൻറ്റ് പോയെടുത്ത് കുറച്ച് നീറ്റലുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുമ്പോൾ എന്തായാലും ബാൻഡേജ് വാങ്ങിച്ച് ഒട്ടിക്കാമെന്ന് കരുതി ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ 3 പേരെയും കാലി കിടക്കുന്ന അന്ന് സ്റ്റുഡിയോയിൽ പോയപ്പോൾ എടുത്ത് ചെരുപ്പാട്ടോ ഒരുപോലെ തന്നെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. വീണ ചമ്മലിൽ ഞാൻ ഒന്നും നോക്കിയില്ല, ഓടി അങ്ങ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലാത്തായിരുന്നു ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഒക്കെ നോക്കുമോ എന്നുള്ളത്. കാരണം മിക്കവരും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹൈവേ റോഡ് ആയതുകൊണ്ട്. ഫോണിന് എന്തെങ്കിലും പറ്റുമോ കേട്ടോ ഞാൻ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ടെമ്പേർഡ് ഗ്ലാസ് പോലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോൺ നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ അകത്തായിരുന്നുകൊണ്ട് ചരിഞ്ഞാട്ടോ വീണത്. അതുകൊണ്ട് ഫോൺ എന്തായാലും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അങ്ങനെ എന്തായാലും നമ്മളിതേ അവിടെ നിന്ന് നേരെ പോയിട്ട് പിന്നെ ചേച്ചിയുടെ ബ്രദറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ചേട്ടനാണെങ്കിൽ വർക്കുള്ള ദിവസം കൂടി ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. ഇതുപോലെ എന്ത് പരിപാടിക്കും പുള്ളിക്കാരൻ നല്ല കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെ കാണും കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ കൾച്ചർ വെള്ളച്ചാട്ടം എന്നാട്ടോ ഇതിൻ്റെ പേര്. കൊല്ലത്തായിട്ട് വരും. അപ്പം അതിൻ്റെ അടുത്തായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട്. പള്ളിയുടെ പേര് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ആദ്യം അവിടെ കൊണ്ടുവിട്ടിട്ട്, നമുക്ക് വഴി അറിയത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം പോയെങ്കിലും വഴി അറിയാത്തതുകൊണ്ട് ചേട്ടൻ നമ്മളെ ആദ്യം അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ ചെന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് കേക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ചേച്ചി എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ ബർത്ത്ഡേയുടെ അന്നാ പോയെന്നുണ്ടെങ്കിൽ ചേച്ചി ഉറപ്പായിട്ടും നമ്മളെ പ്രതീക്ഷിക്കും വരും എന്നുള്ളത്. ഇത് നമ്മൾ തലേന്ന് എന്തുകൊണ്ട് ചേച്ചി ഒട്ടും എക്സ്പെക്ട് ചെയ്യത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഇവിടെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമുക്ക് ഒത്തിരി നേരം ഒന്നും നിൽക്കാൻ പറ്റിയില്ല. ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിലെത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നൊന്ന് കാലൊക്കെ നനച്ചിട്ട് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയത് തന്നെ നമുക്ക് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ എന്തായാലും നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെന്ന സമയത്ത് അവിടെ ആരോ കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം മുകളിലൊന്ന് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ആ സൈഡിലായിട്ടാണെങ്കിൽ വലിയൊരു പാർക്കിട്ടുണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര സൗകര്യമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെ കേട്ടോ വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പം ഇനി ചേട്ടൻ പോയി ചേച്ചി എന്തെങ്കിലും പറഞ്ഞൊക്കെ വിളിച്ചുകൊണ്ട് വരണം. അതുവരെ നമ്മൾ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിരിക്കാം. നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ ഈ പാറയൊന്നും കാണാൻ പോലും പറ്റത്തില്ലെന്ന് കേട്ടോ ചേട്ടൻ പറഞ്ഞത്. അത്രയ്ക്ക് വെള്ളമായിരിക്കും. നമ്മളെന്തായാലും ഭാഗ്യത്തിന് 2 പ്രാവശ്യം വന്നപ്പോഴും വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എവിടെന്നെങ്കിലും വെള്ളം ഇടിച്ചു കയറി വരുമോ എന്നുള്ളൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഇറങ്ങുന്നില്ല? അർച്ചനേച്ചിക്ക് പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണ് ഗൈസ്.
നല്ല വെയിൽ കേട്ടോ. സ്ഥലം കണ്ട ആവേശത്തിൽ വണ്ടി മാറ്റിയിടുന്ന ആരും മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ചേച്ചിക്ക് മനസ്സിലാവും. അങ്ങനെ പ്ലാൻ മൊത്തത്തിൽ പാളിയനെ. എന്തായാലും ചേട്ടൻ പോകുന്നതിന് മുന്നേ തന്നെ ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താക്കോല് പിന്നെ ചേട്ടൻ്റെ കൊടുത്തു. ചേട്ടൻ വണ്ടി സൈഡിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. ആണ് അങ്ങനൊന്നും വരത്തില്ല. ഇത് അങ്ങനെ വരുന്ന സ്ഥലമൊന്നുമല്ല. പെട്ടെന്ന് വെള്ളം വന്നാൽ എന്ത് ചെയ്യുന്നു? എല്ലാരും വെള്ളം വെച്ചാൽ അവള് പേടിക്കും കേട്ടോ. സൗണ്ട് പേടിയല്ല ഒത്തിരി. പേടിയാ. ഇതെല്ലാം വീഡിയോക്കകത്ത് വരും കേട്ടോ. വെള്ളം കണ്ട ആവേശത്തിൽ എല്ലായിടത്തും അങ്ങ് ചപ്പിട്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ബോധം വന്നത്. കാരണം കയറിയിരുന്നതൊക്കെ പായലുള്ള പാറയിലായിരുന്നു. അപ്പം എനിക്കും ദേവുനും നീല ജീൻസ് ആയതുകൊണ്ട് നല്ല രീതിക്ക് ബാക്കിലൊക്കെ പായലും ഒഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് കണ്ടത്. ബെൻസയ്ക്കും പാറുവിനും പിന്നെ ബ്ലാക്ക് ജീൻസ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചളുക്കിയതാണേ. ഒട്ടിച്ച് വെച്ചേക്കുന്നു. ആ ബേസ് ബോർഡ് ഇളക്കുമ്പോ സൂക്ഷിക്കണേ, സൈഡ് പോവില്ലേ. വേഗം അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് മോളിൽ ചെല്ലണം. ചെരുപ്പിടണം. മുകളിലൊക്കെ കമ്പുണ്ട്, നോക്കിക്കോ, തലേ തട്ടും. നോക്കിക്കോ. ഓക്കെ, നല്ല വെയിലുണ്ട്. ഒരു വട്ടം വീണതുകൊണ്ട് എന്റെ കണ്ണിപ്പോ തറയെ തന്നെ മതിയായി എനിക്ക്. അത് ചേട്ടൻ മാറ്റിയിട്ടോളാന്ന് പറഞ്ഞു. താക്കോല് കൊടുത്തു. ക്യാമറ ഓണാക്കി വെച്ചേക്കാം, അഥവാ പാളുവാണെങ്കിലും കിട്ടുമല്ലോ. അച്ഛനും ചേച്ചി ഹാപ്പി ബർത്ത്ഡേ പറയണേ. അത് ഇങ്ങോട്ട് മാറിക്കണേ. ഹാപ്പി ബർത്ത്ഡേ അത് പറയാം. ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അകത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീഡിയോ ആക്കിയെടുക്കാം. പ്രതീക്ഷിച്ച മോളെ എന്തായാലും നല്ല മേക്കപ്പിലാ വന്നത് കുട്ടി. ചേട്ടൻ എന്തായാലും പറഞ്ഞതുപോലെ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അമ്മയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരെയും കൂടി അമ്പലത്തിൽ എവിടെയോ കൊണ്ടുപോകാന്നും പറഞ്ഞ് ഇറക്കി കൊണ്ടുവന്ന കേട്ടോ. ആ സമയത്ത് തന്നെ 2 മണി 12-12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വന്നതല്ലേ വിചാരിച്ച് അവിടുത്തെ പള്ളിയിലൊന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇറങ്ങുമ്പോൾ നമുക്ക് മിസ് കോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്സായേനെ.
കഴിഞ്ഞ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് വലിയ കാര്യത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കേക്ക് കയ്യിൽ നിന്നൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിങ്ങിന് ദൈവ് കയറി പിടിച്ചതുകൊണ്ട് സൈഡ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ടാണ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചൂടിന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കേക്ക് കുറേ നേരം ഇരിക്കുമ്പോഴത്തേനും മെൽറ്റായി തുടങ്ങുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും പറ്റിയില്ല, കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി പാറുവിനെയും വെച്ച് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കൊച്ചുകാന്താരി കൂടി ഉണ്ടായിരുന്നല്ലോ. അമ്പലത്തിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞത്, കൊണ്ടുവന്നതാ. അല്ല, കേക്ക് അരിയുന്നതിന് മുന്നേ നമുക്ക് കട്ട് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അവള് പിന്നെ വാങ്ങി തന്നു വരും കൊടുത്താലും. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചേച്ചിക്ക് വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ മുകളിൽ വണ്ടിയിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു, കാരണം ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടിട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബെൻസിയും പാറുവിനെയും കൂടി വണ്ടിയിലോട്ടാക്കിയിട്ട് അവിടെ പോയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മേനെ വീട്ടിലോട്ടാക്കിയിട്ട് ചേട്ടൻ ഒന്നുകൂടി വരാമെന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നേരെ വീട്ടിലോട്ടങ്ങ് പോകും. അപ്പോൾ പിന്നെ പറ്റുന്ന സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അവരെ വണ്ടിയിലോട്ടാക്കിയിട്ട് നമ്മൾ വീണ്ടും താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇതേ ചേട്ടൻ വന്നപ്പോഴത്തേക്കും നമുക്ക് ഫ്രൂട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുടിച്ചപ്പോഴത്തേനും കുറച്ചൊന്ന് ആശ്വാസമായി. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കടകളൊന്നും അറിയത്തില്ല. അപ്പോൾ ചേട്ടൻ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകട്ടോ. നമ്മൾ പുറകിൽ ഇങ്ങനെ വെച്ച് പിടിക്കും. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കിനും ആകെ കൺഫ്യൂഷനായി എന്ത് വേണമെന്നുള്ളത്. ബിരിയാണി മന്തി ഇതിൽ ഏതെങ്കിലും ആയിരുന്നു ഓപ്ഷൻ. അപ്പോൾ പിന്നെ നമ്മൾ 1-2 പേര് ബിരിയാണി പറഞ്ഞപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ഒപ്പം പിടിച്ചങ്ങ് ബിരിയാണി പറഞ്ഞു കേട്ടോ. പക്ഷേ ബിരിയാണി അത്ര രസമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് മനസ്സിലായി മന്തി പറഞ്ഞാൽ മതിയായിരുന്നത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ചൂടിന് ഫാൻ ഓടിയില്ലെങ്കിൽ പറയാൻ വേണ്ട. ആ സൈഡിലായിട്ടാണെങ്കിൽ ഒരു കുഞ്ഞു ഫാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനകത്താണെങ്കിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നതുകൊണ്ട് ആർക്കും കാറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറി അടുത്ത ഒരു ഇടത്തോട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയും കണക്കൊക്കെ ആയിരുന്നു ഫാൻ. പിന്നെ നമ്മൾ എന്തായാലും ഉള്ളതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി അത്ര പോരായിരുന്നു കേട്ടോ. പിന്നെ ചൂടിൻ്റെ ഒരു ഇതുകൂടി കാരണം നമുക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പോലും പറ്റിയില്ല. എല്ലാവരും എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഫുഡ് ഒത്തിരി അധികം വന്നതുകൊണ്ട് പിന്നെ ചേച്ചിയുടെ വീട്ടിലെ പെറ്റ്സിന് കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് പാഴ്സലാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ഉച്ചക്കലത്തെ ഫുഡടി കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവർക്കും ആകെപ്പാടെ ക്ഷീണമായി കേട്ടോ. പുറത്തിരുന്ന് റെസ്റ്റ് എടുക്കുന്നത് പോരാഞ്ഞിട്ട് എല്ലാവരും കൂടി അകത്ത് കയറിയിട്ട് AC ഒക്കെ ഇട്ടിട്ട് കട്ടിലേക്ക് കിടന്നങ്ങോട്ട് സൂയിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് തനുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴത്തേക്കിനും അവൾക്ക് പകുതി ആശ്വാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയായിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ അധികം ആരുടെയും കയ്യിൽ അറിയാത്തവരയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരയും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും ചേച്ചിയായിട്ട് നല്ലതായിട്ട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി വല്ലപ്പോഴും ആണ് ഇങ്ങനെ കൂടുന്നെങ്കിലും കൂടുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. അത്രയ്ക്ക് ഒരു പ്രത്യേക വൈബാട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പം. പിന്നെ നമ്മളതേ കുറച്ച് റീലെടുക്കല്ല
വാർത്തകളൊക്കെ ആയിരുന്നു. റീലെടുക്കണം എന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നുമല്ല കേട്ടോ. അവിടെ വെച്ച് 1-2 വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ നമുക്കും ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്താട്ടോ. അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പൊക്കി എടുക്കുന്ന ഒരു സീനുള്ള ഓർമ്മയുണ്ട് കേട്ടോ. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, അത് എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടാട്ടോ. അർച്ചനേച്ചിക്കാണെങ്കിൽ ഇവള് ചാടി കയറുമ്പോഴത്തേനും ചിരിയും വരുന്നുണ്ടായിരുന്നു. ഇവിടെ കൊളാക്കും കേട്ടോ. ചാടിക്കയറുന്നവർക്ക് എളുപ്പമാണെങ്കിലും എടുക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അവക്കാണെങ്കിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് പോയി സൂര്യ ചേച്ചി പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഇതേ അമ്മ നമുക്കുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ സക്സസ് ആയിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇതേ സൂര്യ ചേച്ചിക്കും കയറണമെന്നൊരു മോഹം. അങ്ങനെ ദേവുവിൻ്റെ തോളത്തോട്ട് ചാടി കയറുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ദേവുവിന് ഇത്രയും വെയിറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുന്ന പോലെയില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ കുറേ റീലൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. തനുവിന് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം കുറേ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അതിനിടയ്ക്ക് മുടിചീപ്പലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വൈകിട്ട് ഒരു 3:30 ഒക്കെ ആയപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് 5 മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്താൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ചേച്ചിയുടെ ബ്രദറിൻ്റെ മക്കളാട്ടോ. രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു. ചേട്ടൻ ഇതിനിടയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. അവരാണെങ്കിൽ കുഞ്ഞുവാവെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുക കേട്ടോ. ബൈ ബൈ. അവളങ്ങനെ അധികം ആരെങ്കിലും പോകാത്തതാണ്. എന്തായാലും ഇറങ്ങാൻ സമയപ്പോഴത്തേനും ചേട്ടൻ വിളിച്ചപ്പോഴത്തേനും ചേട്ടൻ്റെ അതിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് താക്കോല് തപ്പി നടക്കുമായിരുന്നു ഞാൻ. വണ്ടിക്കകത്തുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. വണ്ടി നോക്കിയപ്പോൾ വണ്ടി കണ്ടില്ല. പിന്നെ അകത്തെ വെള്ളം വെച്ചാണോ എന്ന് വിചാരിച്ചിട്ട് അകത്തൊക്കെ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൈ പോക്കറ്റിൽ ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളൂ. ഇനി എങ്ങാനും പോക്കറ്റിൽ ഇട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടൻ മുകളിലോട്ട് കയറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് ചേട്ടനെ കൊണ്ടാട്ടോ വണ്ടി ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ ടാറ്റാ ബേബിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് ഉടനെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.